ഫാദർ ഫിലിപ്പ് കബീർ ചേർന്നു. ഫാദർ ഫിലിപ്പ് കബീർ, മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുന്നു. ഈ 411 ദിവസങ്ങൾക്ക് ശേഷം ഈ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സമരസമിതി കടക്കുന്നത് താൽക്കാലികമായ പരിഹാരമുണ്ടായതുകൊണ്ട്, കരമടയ്ക്കാനുള്ള പരിഹാരമടക്കമുണ്ടായതുകൊണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വൈകുന്നേരമാണ് ഈ കോർ കമ്മിറ്റിയിൽ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് പറയുന്നു. ഇത്രയും കാലം നീണ്ട ഒരു സമരം അവസാനിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് പ്രതികരണം? വളരെയധികം സന്തോഷമുണ്ട്. സത്യത്തിന്റെയും നീതിയുടെയും പക്ഷം വിജയിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രാജ്യത്തെ നീതിന്യായ വകുപ്പ് വളരെ ഉണർന്ന് പ്രവർത്തിക്കും. നമ്മുടെ നീതി വ്യവസ്ഥ ഈ നാട്ടിലെ പൗരന്മാരുടെ പരിദേവനങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ മുനമ്പത്തെ വിഷയം കത്തോലിക്ക കോൺഗ്രസ് പലതവണ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ കുടിൽകെട്ടി സമരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ അവിടെ പോവുകയും അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവരുടെ രേഖകൾ കണ്ട് ബോധ്യപ്പെട്ട് ഞങ്ങൾ ഈ വിഷയം പൊതുസമൂഹത്തിലും മാധ്യമങ്ങളുടെ മുമ്പിലും അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ പ്രദേശത്തെ ആളുകൾ പണം കൊടുത്ത് വാങ്ങിയ ഈ ഭൂമി അവരുടേതാണ്. അവർക്ക് റവന്യൂ അവകാശങ്ങൾ അടിയന്തരമായിട്ട് ഗവൺമെന്റ് പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ്. പക്ഷെ നാളിതുവരെ ഗവൺമെന്റുകൾ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. അത് അപലപിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും കോടതി ഈ സത്യവും നീതിയും അനുസരിച്ച് വിധി പ്രഖ്യാപിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വ്യവസ്ഥകളോടെ റവന്യൂ വകുപ്പ് ഭൂമിയുടെ കരം സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നതിനെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ നാട്ടിലെ പൗരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് മോശമാണ്. കാരണം ഈ പൗരന്റെ അവകാശങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ഭരണകൂടമാണ്, സർക്കാരാണ്. പക്ഷെ സർക്കാരുകൾ നിക്ഷിപ്ത താല്പര്യത്തോടെ അതിന് തയ്യാറാകാതെ വരുമ്പോൾ ഈ മുനമ്പത്തെ ആളുകളെ പോലെയുള്ള പാവപ്പെട്ട പൗരന്മാർക്ക് നീതി ലഭിക്കാതെ വരുന്നു എന്നത് ദുഃഖകരമാണ്. ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിനെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായി നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഫാദർ ഫിലിപ്പ് കബീർ, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൂടെ ഉണ്ടായതാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അങ്ങനെ ഒരു വലിയ സമരമുഖത്ത് നിൽക്കുമ്പോൾ അങ്ങനെ പിന്തുണയുമായിട്ട് വരുന്ന സഹായം ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഒരുപക്ഷെ സമരസമിതി വിചാരിച്ചതിനപ്പുറത്തേക്ക് ഇതിനകത്തുണ്ടായി. അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? രാഷ്ട്രീയ ഇടപെടലുകൾ എപ്പോഴാണ് ഉണ്ടായത്? ഈ നാട്ടിലെ സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഈ വിശ്വാസത്തിന് അതീതമായിട്ട് എല്ലാ മതവിശ്വാസികളെയും ചേർത്ത് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചു. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദ റാഫേൽ തട്ടിൽ പിതാവ് അവിടെ നേരിട്ട് ചെന്ന് ഈ കാര്യം അവിടെ പറഞ്ഞതാണ്. അതുപോലെ വിവിധ രൂപതകളുടെ അധ്യക്ഷന്മാർ അഭിനന്ദ മെത്രാന്മാർ അവിടെ ചെന്നു. അവിടെയുള്ള ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയും അവിടെയുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയും അവിടെയുള്ള ക്രൈസ്തവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയാണ് ഈ മത നേതാക്കന്മാരൊക്കെ വാദിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ അനുകൂലമായിട്ട് ഇവർക്ക് വേണ്ടി വാദിച്ച മുസ്ലിം നേതാക്കന്മാരുണ്ട്. അവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള ആളുകൾ ഇവരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി, ഇവരുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചത് നമ്മൾ കണ്ടതാണ്. ചുരുക്കം ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. ചിലര് ഇതിനെതിരായിട്ട് നിന്നു. അവിടെ വന്ന് അനുകൂലമായി സംസാരിക്കുകയും നിയമസഭയിലും മറ്റും പ്രതികൂലമായി പ്രതികരിക്കുകയും ചെയ്തത് കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ സാധിക്കുകയില്ല. ഏതായാലും അന്തിമമായിട്ടുള്ള വിജയം സത്യത്തിനും നീതിക്കുമായിരിക്കും എന്നുള്ള യാതൊരു സംശയം വേണ്ട. മുനമ്പം നിവാസികളുടെ അനുഭവം ഈ കേരളത്തിലെ സാധാരണക്കാരന് പ്രതീക്ഷ നൽകുന്നതാണ്. എത്രയോ ദിവസങ്ങളായിട്ട് അവര് തുടർച്ചയായി ഈ സമരരംഗത്തുണ്ടായിരുന്നു. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ സമുദായ സംഘടനകൾ വളരെ ശക്തമായ പിന്തുണയാണ് കൊടുത്തത്. അവർക്ക് പിന്തുണ കൊടുത്തത് ആരൊക്കെയാണെന്ന് നമുക്ക് ഇതിനോടൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പറയുന്നത്, ഈ സാധാരണക്കാരന്റെ വിഷയം ഇനി എവിടെ ഉണ്ടായാലും നമ്മൾ ഓരോരുത്തരും അതിൽ ഇടപെടണം. സത്യത്തിനും നീതിക്കും വേണ്ടി വാദിക്കണം. കോടതികൾ ഇത് കാണുന്നുണ്ട്. നീതിയുടെ പക്ഷത്ത് കോടതി നിലനിൽക്കുമെന്നതിനുള്ള ഉദാഹരണമാണ് ഈ ഇടക്കാല വിധി എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ഫാദർ ഫിലിപ്പ് കബീർ പ്രതികരിച്ചപ്പോൾ.